വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നേരത്തെ നമ്മൾ കേട്ടില്ലേ, ഔ യജഅലല്ലാഹു ലഹുന്ന സബീല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാർഗത്തിൽ, അവരുടെ കാര്യത്തിൽ ഒരു മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞല്ലോ. ഈ വചനം ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, സഹീഹ് മുസ്ലിമിലും അതുപോലെ തന്നെ അബൂ ദാവൂദ് തിർമിദിയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, ഖുദു അന്നി ഖദ് ജഅലല്ലാഹു ലഹുന്ന സബീലാ അൽ ബിക്റു ബിൽ ബിക്രി ജൽദു മിഅ വതഗ്രീബു ആമിൻ വസ്സയ്യിബു ബിസ്സയ്യിബി ജൽദു മിഅ വറജം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വചനത്തിന്റെ താല്പര്യം എന്താണ്? ജനങ്ങളെ, നിങ്ങൾ എന്നിൽ എന്ന നിയമങ്ങൾ സ്വീകരിക്കൂ, ഇതാ എന്നിൽ എന്ന നിയമങ്ങൾ പഠിച്ചോളൂ. അല്ലാഹു തആല ഇതാ വ്യഭിചരിച്ചിട്ടുള്ള ആളുകളുടെ വിഷയത്തിൽ അവൻ മാർഗം ഇതാ സ്വീകരിച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞില്ലേ, അവരുടെ വിഷയത്തിൽ വേറൊരു മാർഗം സ്വീകരിക്കുവോളെന്ന്, അല്ലെങ്കിൽ സ്വീകരിച്ചാൽ അതായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. നബി തങ്ങൾ പറഞ്ഞു, ഇതാ അല്ലാഹു അവരുടെ കാര്യത്തിൽ ഇതാ തീരുമാനം അറിയിച്ചിരിക്കുന്നു. എന്താ തീരുമാനം? അൽ ബിക്റു ബിൽ ബിക്രി, ഒരു കന്യക അഥവാ വിവാഹിതനല്ലാത്ത വ്യക്തികളാണെങ്കിൽ അവർ ആണാവട്ടെ പെണ്ണാവട്ടെ, ജൽദു മിഅ വതഗ്രീബു ആം, അവിവാഹിതൻ വ്യഭിചരിച്ചാൽ 100 അടി അടിക്കുകയും 1 വർഷത്തേക്ക് നാട് കടത്തുകയും ചെയ്യണം. അതേ അവസരത്തിൽ വസ്സയ്യിബു ബിസ്സയ്യിബി, അവിവാഹിതകളാണെങ്കിലോ, അവിവാഹിതനായ പുരുഷനോ അവിവാഹിതയായ സ്ത്രീയുമാണെങ്കിലോ ജൽദു മിഅ 100 അടി അടിക്കണം. വറജമു, മരണം വരെ എറിഞ്ഞു കൊല്ലുകയും വേണം, എറിഞ്ഞു കൊല്ലണം എന്ന്. അതിന്റെ വിശദീകരണം വരുമ്പോ അഭിപ്രായാന്തരമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. എറിഞ്ഞുകൊല്ലുന്ന ശിക്ഷക്ക് മുന്നോടിയായിക്കൊണ്ട് 100 അടി അടിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായാന്തരമുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ഭൂരിപക്ഷവും ആ വീക്ഷണക്കാരാണ്, എറിഞ്ഞുകൊല്ലേണ്ടുന്ന വിവാഹിതരാണ് വ്യഭിചരിച്ചതെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലാ മതി, മരണം വരെ അവരെ നടത്തിയാൽ മതി, എറിഞ്ഞു വന്നാൽ മതി, അതിന് മുമ്പ് വേറെ 100 അടി അടിക്കേണ്ടതില്ല എന്ന പക്ഷമാണ് ഭൂരിപക്ഷത്തിനുമുള്ളത്. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ ആ നടപ്പാക്കുന്നതിന്റെ മുമ്പ് അവരുടെ ശരീരത്തിൽ തൊലിപ്പുറമേ 100 അടി അടിക്കുകയും വേണം എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. എന്നാൽ ഇത് തുടക്കത്തിലാണ് അങ്ങനെ ഉണ്ടായത്, പിന്നീട് അത് പോയിട്ടുണ്ട് എന്നുള്ള വീക്ഷണമാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർക്കും ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാം വ്യഭിചാരത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കണമെങ്കിൽ കേട്ടുകേൾവി പോരാ, 4 സാക്ഷി വേണമെന്നാ പറഞ്ഞത്. 4 സാക്ഷികൾ അതിന് വേണം. എങ്ങനെ? ഒരാള് കണ്ടോ, മറ്റുള്ളവര് 3 ആള് കേട്ട് പറഞ്ഞാൽ ശിക്ഷ നടപ്പിലാവോ? ഇല്ല, 4 ആളും കാണണം. എങ്ങനെ കാണണം? കണ്ടോ, വളരെ അത്ഭുതകരമാണ്. ഇസ്ലാം ശിക്ഷിക്കാൻ നടക്കല്ല എന്ന് മനസ്സിലാക്കാനാണിത് നമ്മൾ സൂചിപ്പിക്കേണ്ടി വരുന്നത്. പണ്ഡിതന്മാര് പറയുന്നു, വയതഹഖഖു സിനൽ മൂജിബു ലിൽ ഹദ്ദി ബിതഗ്യീബിൽ ഹശ്ഫ ഫീ ഫർജിൻ മുഹറം വലൗ ലം യകുൻ മഅഹു ഇൻസാൽ. എന്താണ് പറയുന്നത്? അതിന്റെ ആശയം എന്താണ്? ശിക്ഷ നടപ്പിലാക്കാൻ മാത്രം, ഈ ശിക്ഷ നിർബന്ധമാക്കുന്ന വിധത്തിലുള്ള വ്യഭിചാരം എപ്പോഴാണ് സ്ഥിരപ്പെടുക? ഒരു പുരുഷന്റെ ലൈംഗികാവയവം നിഷിദ്ധമായ ഒരു സ്ത്രീയുടെ ലൈംഗികാവയവത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യണം. സ്ഖലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും, സ്ഖലനമൊന്നും സംഭവിച്ചില്ല, എന്നാലും അങ്ങനെ ഒരു പ്രവേശനം നടന്നുവെങ്കിൽ അതാണ് ഈ രൂപത്തിലുള്ള എറിഞ്ഞുകൊല്ലലോ അല്ലെങ്കിൽ 100 അടി അടിച്ച് നാടുകടത്തലോ വരുന്ന ശിക്ഷക്ക് നിമിത്തമാകുന്ന വ്യഭിചാരം. ആ കാര്യം നടന്നിട്ടില്ലാത്ത നിലക്കുള്ള ബാഹ്യ കേളികളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെയാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതിന് ഈ ശിക്ഷകൾ അതിനുണ്ടാവില്ല. അതേ അവസരത്തിൽ അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച തഅ്സീർ നടപ്പിലാക്കപ്പെടുക. കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാജ്യത്തെ കോടതിയിലെ ജഡ്ജി അദ്ദേഹത്തിന് എന്താണോ അനുയോജ്യമായി തോന്നുന്ന ശിക്ഷാരീതിയെങ്കിൽ ആ ശിക്ഷാവിധി വിധിക്കും, അത് നടപ്പിലാക്കും. അതാണ് തഅ്സീർ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് ഇസ്ലാം ഈ വിഷയത്തിൽ പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കുവാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.